ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്. ഞാൻ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. 4 ആൾക്കാരെ മുന്നിൽ ഒരു കോൺഫിഡന്റ് ആയിട്ട് നിന്നിട്ട് വർത്താനം പറയണമെങ്കിൽ നമ്മുടെ സ്കിന്നില് അത്യാവശ്യം വെളുത്ത് പാറണമെന്നല്ല, നമ്മുടെ സ്കിന്നിന് അഴുക്കൊന്നുമില്ലാതെ ഒരു വൃത്തിയുള്ള ഒരു ഫേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഇന്ന് നിന്ന് വർത്താനം പറയാനൊരു എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 7 days ബ്രൈറ്റനിങ് ചാലഞ്ചിൽ ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ളത്, പക്ഷെ ഒത്തിരി ഗുണങ്ങളുള്ള, എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. എന്നിട്ട് വഴിയെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറയാം. ഞാനിവിടെ ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് എടുത്തത് കേട്ടോ. ഇതൊരു പാക്കറ്റ് ഫുൾ എടുത്തോളൂ. അതിലേക്ക് 1-2 സ്പൂണ് പാൽപ്പൊടി ഇടാം. അത് ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. പാൽപ്പൊടി ഇട്ട് അതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പാല് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തൈര് എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഈ പാക്ക് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടിയാക്കാൻ വേണ്ടി കുറച്ചും കൂടെ പാൽപ്പൊടി ഇടാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുൻപ് എല്ലാവരും ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പൊ ഞാൻ വാഷ് ചെയ്താണ്. നമുക്ക് ഈ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈ കാപ്പിപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണ്, നമ്മുടെ ചിലരുടെ മുഖത്ത് എന്താണ് ചെറിയ കുത്തുണ്ടാവും, കറുത്ത കുത്തുകൾ ഉണ്ടാവും മുഖത്ത് അല്ലെ, അത് മാറാനും, പിന്നെ ചിലരുടെ സ്കിന്ന് ഈവൻ ടോൺ അല്ലായിരിക്കും. അതായത് ചിലയിടങ്ങളിലൊക്കെ കറുപ്പുണ്ടാവും. അപ്പൊ എന്റെ സ്കിന്ന് അങ്ങനെയായിരുന്നു, ഈവൻ ടോൺ അല്ലായിരുന്നു. പലയിടത്ത് പല കളറായിരുന്നു. ഇവിടെയൊക്കെ കറുപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കറുപ്പുകളൊക്കെ മാറാൻ, പിഗ്മെന്റേഷൻ മാറാൻ, പിന്നെന്താ കണ്ണിന്റെ അടിയിലുണ്ടാവുന്ന പഫിനെസ്, ഐ ബാഗ്സ്, ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവർക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഐ ബാഗ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഐ ബാഗ്സ് മാറാൻ വേണ്ടിയിട്ട് ഈ കാപ്പിപ്പൊടി, ഇതിലുള്ള കഫീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ഒരുപാട് വേറെ അല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇൻഫ്ലമേഷൻ എന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സ്കിന്നിനെ. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഈ കാപ്പിപ്പൊടിക്ക്. പിന്നെ ഈ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള പാൽപ്പൊടി, അതൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റ് ഉണ്ട്. ഇതിൽ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റ് ആണ് നമ്മുടെ പാൽപ്പൊടി. അപ്പോൾ എന്താണ്, നമുക്ക് നല്ലൊരു ഫെയർ അല്ലെ, നല്ല വെളുക്കാൻ വേണ്ടിയിട്ട് പാൽപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് പാക്കുകൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക്, ഇതൊന്നും അല്ല, മറ്റെന്തെങ്കിലും ഫേസ് പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇടുന്നതാണ്. കാരണം ബ്ലീച്ചിങ് ഏജന്റ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ പാല് ജസ്റ്റ് മിക്സ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചേർത്താണ്. നിങ്ങൾക്ക് ആ പാലിന് പകരം തൈര് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തക്കാളി ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ് ഒക്കെ ഒഴിക്കാവുന്നതാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിത് ആ ഫേസിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലിപ്പിലുണ്ടാവുന്ന പിഗ്മെന്റേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ അടിയിലെ കറുപ്പ്, കരിവാളിപ്പ് മാറാൻ സഹായിക്കുന്നുണ്ട്. ഇത് പല രീതിയിൽ ഇത് യൂസ് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ കാപ്പി ഉണ്ടാക്കുന്ന ആ ഒരു കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്ക്രബി ഫീൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്താൽ ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയത് ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയതുകൊണ്ട് ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മതിയെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. കുറച്ചധികം ഫേസിൽ ഇതിപ്പോൾ തന്നെ ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്കിൽ ഞാൻ ഇപ്പം ഇടുന്നില്ല, നെക്കിലും കൂടെ ഇടണം കേട്ടോ നിങ്ങൾ.
ഓക്കെ, പിന്നെ ഞാൻ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യുന്നു. എൻ്റെ കയ്യിൻ്റെ ഇവിടെ സൺ ടാൻ ഉണ്ട്, മറ്റേ കയ്യിലില്ല. ഈ ഒരു കൈക്ക് മാത്രം ഇവിടെ സൺ ടാൻ ഉണ്ട്. ഞാനൊരു സ്ലീവ്ലെസ് ഡ്രസ്സ്, ഒരു വെയിലുള്ള സമയത്ത് എന്താണ് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ട് പുറത്ത് പോയതാണ്. അപ്പം സൺ ടാൻ ആയതാട്ടോ. അപ്പം ഞാനൊന്ന് ഇവിടെയും കൂടെ ഒന്ന്, ഇവിടേക്കൊരു കളറും ഇങ്ങോട്ട് വേറൊരു കളറുമാണ്. അപ്പം അതൊന്ന് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. ഇത് ഇപ്പൊ തന്നെ അത്യാവശ്യം ഉണങ്ങുന്നുണ്ട്, ഓവറായിട്ട് സംസാരിക്കേണ്ട, ചുളി വരും. അപ്പൊ ഉണങ്ങിയിട്ട് കാണാം. നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്ക്, ജസ്റ്റ് പീൽ ചെയ്യുന്ന പോലെ. കണ്ടോ? അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വെളുത്ത് പാറണമെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഫേസ് പാക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്തോ. എൻ്റെ ഫേസ് കണ്ടോ മക്കളെ? അപ്പൊ ഇന്ന് 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസം നമ്മുടെ ഫേസ് നല്ല ഫേഷ്യലൊക്കെ ചെയ്തതിനേക്കാളൊക്കെ കൂടുതൽ നല്ല, എന്തിനാ വെറുതെ ഒത്തിരി പൈസ കളഞ്ഞ് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് അല്ലേ? എന്തിന്? അപ്പൊ ഇതുപോലെ എന്തെങ്കിലും കല്യാണമൊക്കെ വരുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു 7 days സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചൊക്കെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചലഞ്ച് ഇതുപോലുള്ള ഫേസ് പാക്കുകൾ നിങ്ങൾ ഡെയിലി ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒന്നിട്ട്, നമുക്ക് മേക്കപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു പൊട്ട് തൊടുക, ഒന്ന് കണ്ണെഴുതുക, ഒരു ലിപ്സ്റ്റിക് ഇടുക. ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല ലിപ്പ് നല്ല കെയർ ചെയ്യുകയാണെങ്കിൽ. മസ്റ്റ് ട്രൈ ഓക്കെ. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്. ഞാൻ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്തോ. ഓക്കെ, അപ്പൊ എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യണം ഇത്. ഈ ഒരു ഫേസ് പാക്ക് മാത്രമല്ല, നമ്മുടെ ഈ ഒരു 7 days സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ച് നിങ്ങൾ എല്ലാവരും വീട്ടിൽ 7 ദിവസം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നാൽ, ഈ മാറ്റം വന്നിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ മക്കളെ. ഇത് ഓക്കെ, അപ്പൊ നമ്മൾ കാപ്പിയാണ് എടുത്തേക്കുന്നത്. കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം എല്ലാവരും ഫേസ് പാക്കിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കാപ്പി. അധികം പേരും കാപ്പി ഇപ്പൊ യൂസ് ചെയ്തിട്ട് ബോഡി സ്ക്രബ് ചെയ്യാനും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇന്ന് വെറും 2 ഇൻഗ്രീഡിയന്റ് ആണ് എടുത്തത്. അപ്പം
നമുക്ക് ആ ഒരു വൈറ്റനിങ് സ്കിൻ നമുക്ക് കിട്ടും. നമ്മുടെ ഫേസിൽ ആ ഒരു കരിവാളിപ്പൊക്കെ മാറി നമുക്ക് നല്ലൊരു 4 ആൾക്കാരെ മുന്നിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ട് വർത്താനം പറയണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം വെളുത്ത് പാകണമെന്നല്ല, നമ്മുടെ സ്കിന്നിന് അഴുക്കൊന്നുമില്ലാതെ ഒരു വൃത്തിയുള്ള ഒരു ഫേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് വർത്താനം പറയാനൊരു അല്ലേ ഒരു ബോൾഡായിട്ട് നമുക്ക് വർത്താനം പറയാൻ പറ്റും. എങ്ങനെ? നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആണെങ്കിൽ. ഇപ്പൊ നമ്മളെവിടെയും കറുപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് കേട്ടോ, ചിലരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്റെ കാര്യം എങ്ങനെയാണ്? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആണെങ്കിൽ, നമ്മുടെ ഫേസ് ഇങ്ങനെ ബ്രൈറ്റൻ ചെയ്തിരിക്കുകയാണെങ്കിൽ വരുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെയാണ്. വെളുത്തിരിക്കണം എന്നല്ല, നമ്മുടെ സ്കിന്ന് നല്ല നീറ്റ് ഒരു ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലേ, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കണം. വെളുത്തിരിക്കാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കുക അല്ലെ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ ഫേസ് പാക്കുകൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത മക്കളെ, ഞാൻ ഉറപ്പ് തരാണ്, നിങ്ങൾ ട്രൈ ചെയ്തോ. അപ്പൊ നമുക്ക് നാളെ ഒരു ദിവസം കൂടിയാണ് ഉള്ളത്. നാളത്തെ ദിവസം നമ്മൾ ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നാളത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നാളത്തെ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് നാളെ കാണാം. അപ്പൊ ഇന്നത്തേക്ക് ബൈ.